ഇറ്റ്സ് എ ബെസ്റ്റ് ഇയർ, ഒരു ഹാപ്പി ഇയർ, ഒരു മെമ്മറബിൾ ഇയർ ആയിരുന്നു. കൊച്ചു സൂപ്പർ പറയാൻ പോയിട്ടില്ല കൊച്ചു ഇവിടെ വന്നിട്ട് ഏതോ ലോകത്ത് എത്തിയുണ്ട്. ഇന്നോട്ട് സങ്കടമാണ് ഗൈസ്, ഞാൻ പോവെന്ന് ഓർത്തിട്ട്. പിന്നെ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലെ കാണിച്ചേട്ടാ ഗൈസ്. ചളി പോയി നെറ്റി. ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോണേ. സൈറമോള് ഒരു ഉമ്മ തരും. എടപ്പോഴാണ് സാറാ സയ്യോ? എനിക്ക് വയ്യ, സൈനും വയ്യ, സൈനും വയ്യ, ചേറക്കും വയ്യ, അപ്പനും വയ്യ. അത് ഞങ്ങൾ 3 പേരും കൂടി ഹോസ്പിറ്റലിൽ പോണേണ്. 3 പേരും കൂടെ ജോയിമാനുണ്ട്, ജോഡ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ നേരെ ഇറങ്ങി നമ്മൾ ഇന്ന് പോകുന്നത് ഹാസ്റ്റലാണ്. കാരണം സൈക്കിളും ചേറകൊക്കെ കുറച്ച് ദിവസമായി പനി തുടങ്ങിയിട്ട് അത് മാറുന്നില്ല. അപ്പോൾ അവിടെ ചേച്ചി കൺസൾട്ട് ചെയ്യുന്ന, ചേച്ചിയുടെ പിള്ളേരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുണ്ട്. അപ്പോൾ അവിടെ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അല്ല, ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഗൈസ്. ചേർക്ക് പാട്ട് വേണോ? എന്താ സാറാ പാട്ടുണ്ടല്ലേ? ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കട്ട പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ നമ്മുടെ സുന്ദരിക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. സുന്ദരിക്കുട്ടിക്ക് എന്താ പറയാനുള്ളത്? സുന്ദരിക്കുട്ടി ഇന്നത്തെ വ്ളോഗിൽ ഇപ്പോഴാണ് സംസാരിക്കാൻ. ഇല്ല ഇല്ല, ഞാൻ രാവിലെ ഇല്ലല്ലേ സംസാരിച്ചു പറയാൻ മറന്നു. പിന്നെ ഇന്നത്തെ അപ്പൊ നമ്മുടെ ഇയർ എൻഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. ചേട്ടൻ തകർക്കാൻ പോണേണ് നാളെ. ഇല്ല ഗൈസ്, ഞാൻ ജോണിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വ്ളോഗിൽ അതിനെപ്പറ്റി സംസാരിക്കണില്ല. വീണ്ടും അതെന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് ജോ നാളെ 31st ആണ് ഗൈസ്. സാധാരണ കൊച്ചിയിലുള്ള ആൾക്കാർ 31st ഉണ്ടെങ്കിൽ പൊളിക്കും. ഞാൻ അങ്ങനെ പൊളിക്കാറുന്നില്ല ഗൈസ്. ആര് പറഞ്ഞു? കഴിഞ്ഞ ന്യൂ ഇയറിന് ജോടെ ഒപ്പം ഇരുന്നു നോക്കിയതാണ്. അപ്പൊ നമ്മൾ ഇന്ന് അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇവിടെ 31st നാളെയാണ്, ഇന്ന് 30-ാം തീയതിയാണ്. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് നമ്മള് നമ്മള് 25th പോയിട്ടുണ്ടായിരുന്നു. 25th പോയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താ, അവിടെ ഉടുക്കത്തെ തിരക്കാണ്. ഞങ്ങള് പിള്ളേരെ കൊണ്ട് ബഡ് ബേബിയുടെ ബാഗൊക്കെ കൊണ്ടിട്ട് ഞാനൊക്കെ ഇവിടെ നിന്ന് നടന്നിട്ട് കാറിനാ പോയത്. പക്ഷെ നമ്മൾ പർട്ടിക്കുലർ ഒരു മൊമെന്റ് എത്തിയപ്പോൾ അല്ല ഒരു റോഡ് എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി കാറ് പോയിട്ട് നടക്കാൻ പോലും പറ്റൂലെന്ന് മനസ്സിലായി. അങ്ങനെ കാർ ഇച്ചാൻ അവിടെ നിർത്തിയിട്ട് ഞങ്ങളെല്ലാവരും പപ്പയും മമ്മിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നടന്ന് വെച്ചാൽ കാറിലാണേ, ഞങ്ങളെല്ലാവരും കൂടെ നടന്ന് ട്രീയുടെ അടുത്തെത്താറായി ഒരു 5 ജനക്കൂട്ടം. അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഇവൺ ആരെങ്കിലും ഇപ്പം പിള്ളേരെയും കൊണ്ടൊക്കെ കടക്കുവാണ്. ഞങ്ങൾ പോണ വഴിക്ക് പറയുന്നുണ്ടായിരുന്ന ആളുകൾ അങ്ങോട്ട് പോകേണ്ട പിള്ളേരെയും കൊണ്ട് സീനായിരിക്കും, നിങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ ഒരു കുശും കൊണ്ട് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ പോയി മനസ്സിലായി. അങ്ങോട്ട് ജസ്റ്റ് കയറാൻ പറ്റില്ല. ഇവൻ ഒരാൾക്കാണെങ്കിൽ പോലും നമ്മൾ കയറി പോയാൽ ഇറങ്ങാൻ പറ്റില്ല. അതായത് റീസൺ ഉണ്ട് അത്ര തിരക്കിന്റെ. അന്ന് ലൈറ്റിനിങ് ഡേ അന്നായിരുന്നു ഫസ്റ്റ്. അതായത് ട്രീക്ക് ലൈറ്റ് ഉള്ള ദിവസം 25-ാം തീയതിയാണ്. അപ്പൊ അതുകൊണ്ടായിരുന്നു അത്ര തിരക്ക്. പക്ഷെ അന്ന് തന്നെ കാണുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോരുതായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി ഇന്നെ ഒരിക്കലും പോവില്ല 25-ാം തീയതി. അപ്പൊ അതിന് ശേഷം ഫോട്ടോയും വീഡിയോസ് സാധാരണ ഞാൻ ട്രീ കാണാൻ പോവാന്ന് പറയാത്തതാണ്. പക്ഷെ ഈ പ്രാവശ്യത്തെ ട്രീ നല്ല സൂപ്പർ ട്രീ ആ ഗൈസ്. എനിക്ക് ബ്ലൂ കളറിൽ വിത്ത് ആ ഒരു വാം ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ഓവർ ആക്കാണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. എന്നാലും ഈ പ്രാവശ്യത്തെ ഹെവി ആയിട്ടുണ്ട്. സോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് അത് കാണാണ്ടി പോണേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുണ്ടമ്പള്ളി പള്ളിയിൽ പെരുന്നാളാണ്. എല്ലാ പ്രാവശ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് രാത്രിയാകുമ്പോൾ പെരുന്നാളിങ്ങനെ കൂടെ ബ്രദേഴ്സിനും പോകില്ല, പക്ഷെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങി വരാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് അവിടെ നമ്മൾ പോകുന്നുണ്ട്. അതാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ല അതാണെന്ന് പറയണ്ട, അതിന്റെ ഇടയ്ക്ക് എന്തും സംഭവിക്കാം. അപ്പൊ പിള്ളേര് 2 ഇപ്പൊ ഉറക്കും. നമ്മള് രാവിലെ വന്ന് വൈകിട്ടായപ്പോ എത്തിയപ്പോഴത്തേക്കും രാവിലെ 11 ആയപ്പോ ഇറങ്ങിയതാണ് നമ്മൾ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക്. കാരണം നമുക്ക് 2-ാം തീയതി ഒരു സർപ്രൈസ് ഉണ്ട് ഗൈസ്. ഇപ്പൊ 2-ാം തീയതി ന്യൂ ഇയർ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു സർപ്രൈസ് ആണ്, നിങ്ങൾക്കും ഒരു സർപ്രൈസ് ആണ്. സോ അപ്പൊ അതിന് വേണ്ടി നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ പിള്ളേരൊക്കെ അത്യാവശ്യം വയ്യായിരുന്നു, ഹോസ്പിറ്റലൊക്കെ പോയിട്ട് സെറ്റ് ചെയ്ത് ഇപ്പം ഇരുന്നില്ലെങ്കിൽ നമുക്ക് 2-ാം തീയതി സർപ്രൈസിന് പോകാൻ പറ്റത്തില്ല അല്ലേ. അപ്പൊ സോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊക്കെ നമുക്ക് വഴിയേ കാണാം. സോ ഇപ്പൊ എന്ന് വെച്ചാൽ നിലവിൽ ഇപ്പൊ സമയം എത്ര മണി വെച്ചാൽ 6:30 മണിയായി. പിള്ളേർ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം എണിപ്പേണ്. പക്ഷെ പോയി എണീപ്പിച്ചാലാ പിന്നെ നമുക്ക് ഒരിടത്തും പോകേണ്ടി വരില്ല. ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ചായ നിന്ന് കുഴിമന്തി നിന്ന് വയർ പൊട്ടാറായെന്ന് പറഞ്ഞിരിക്കുന്നതാണ് അല്ലേ ചായ?
എന്താണ് വെച്ചാൽ ഒരു വൈക്ലഭ്യം ഇല്ല നീ സംസാരിച്ച് തീരുമ്പോ ഞാൻ സംസാരിക്കാൻ അല്ല എന്റെ കഴിഞ്ഞ് ഇല്ല പറഞ്ഞു എന്തിനുണ്ടെങ്കിൽ ഇല്ല പറഞ്ഞോ. ആ കേസ് അപ്പൊ നാളെ 31-ാം തീയതിയാണ് ഇച്ചാൻ കുരിശ് മേടിച്ചു കൈസ്. കുരിശിനെ ഞാൻ കുറെ നാളെ കൂടാണ്ട് കൊണ്ട് നടക്കണത്. അതിനൊപ്പം ഒരു കുഞ്ഞു കുരിശ് മേടിച്ച് തന്നു അമ്മച്ചി മേടിച്ചു കേസ്. നല്ല രസമുണ്ട് കുരിശ്. ഞാൻ കുറച്ച് നാളെ വിചാരിക്കുന്ന വെച്ചാൽ കുരിശ് വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ അമ്മച്ചി തന്നെ കുരിശ് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ നിങ്ങൾ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ അമ്മച്ചിക്ക് വളം മേടിച്ചു കൊടുത്തത്. അമ്മച്ചിക്ക് വളം വാങ്ങിച്ചു കൊടുത്തില്ല, അമ്മച്ചി തന്നെ വളം വാങ്ങിച്ചു. ആ കൂടുതൽ അമ്മച്ചി ഒരിക്കൽ കുരിശ് മേടിച്ചത് കേസ്. അപ്പൊ നാളെ 31-ാം തീയതിയാണ് ജോയും ഞാനും തമ്മിൽ പിരിയുന്ന ദിവസമാണ്. എന്തിനാ ആവശ്യമൊക്കെ പറയണ? എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെയൊക്കെ പറയണത്. നീ നിന്റെ വീട്ടില് അന്ന് അങ്ങനെയൊക്കെയാണ് പറയണത്. ഞാനൊരു മാതിരി സ്വഭാവമാണ് ചില സമയത്ത്. ഞാൻ ഇങ്ങനെയാ 31st അങ്ങനെയൊന്നുമല്ല കഴിച്ചു. ഞാൻ വീട്ടിൽ പോണേനാണ് ഞാൻ പറഞ്ഞത് വർത്താനം. അപ്പൊ നാളെ ജോയുടെ വീട്ടിൽ പോകും. ഞാനിവിടെ ഇല്ല ഇല്ല ചിലപ്പോഴേ ഞാൻ വീട്ടിൽ ഇല്ല ഞാൻ വീട്ടിൽ ചിലപ്പോഴേ പോവുള്ളൂ. അത് തീരുമാനിച്ചിട്ടില്ല. ഇന്ന് തൊട്ട് സങ്കടമാണ് ഗൈസ്. ഞാൻ പോവോന്ന് എപ്പോ വിളിച്ചാ ഓർത്തിട്ടായിരിക്കും. ഞാൻ ഇപ്പൊ നമ്മള് ഫ്രണ്ട്സിനോട് പോണം. എങ്ങനെ എൻജോയ് ചെയ്ത് തിരിച്ചു വരും അല്ലെ. പോയി കഴിയുമ്പോഴത്തേക്കും ജോ വിളിക്കും. ഞാൻ എന്ത് ചെയ്യണേ ഞാൻ സന്തോഷിക്കണേണോ? അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. സന്തോഷിക്കണമെന്ന് ചോദിച്ചോണ്ടിരിക്കാറുണ്ട്. ഞാൻ മാക്സ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പോയിട്ടോ ഞാൻ ചില വിളിക്കാറൊന്നുമില്ല. ഇല്ല ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഈ ഉണക്കോർത്താൻ എനിക്ക് കേൾക്കണ്ടെന്ന് പറയാം. അതുകൊണ്ട് ഞാൻ വിചാരിക്കും എന്തിനാ വിളിക്കണ അവിടെ കിടന്ന് ആഘോഷിക്കട്ടെ, തിരിച്ചു വരുമല്ലോ ഇങ്ങോട്ട് തന്നെ. അതുകൊണ്ട് എന്താ ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ ജോൻ ഞാൻ സർപ്രൈസ് കൊടുക്കും. ജോ എപ്പോഴും കംപ്ലൈന്റ് പറയണാണ് ജോ എനിക്ക് എല്ലാ ന്യൂ ഇയറും ഷോക്കാണ്. അപ്പൊ അതുകൊണ്ട് ഈ ന്യൂ ഇയർ ജോന് സർപ്രൈസ് കൊടുക്കണം. എന്ത് സർപ്രൈസ്? ഐ ആം വിത്ത് യു. വേണ്ട, എനിക്ക് താല്പര്യമില്ല. ചേന്റെ ആഗ്രഹമാണ് ചേനോട് 31st ചേന എപ്പോഴും ചേന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണമെന്ന് നിർബന്ധം പിടിക്കാറില്ല. ഞാൻ പറഞ്ഞോട്ടെ നിർബന്ധം പിടിക്കാറില്ല. സോ 31st വല്ലപ്പോഴും പറയുള്ളൂ ഞാൻ ഫ്രണ്ട്സിനോട് ഒന്ന് ബുക്കൗട്ട് ചെയ്യണം. അപ്പം ഞാൻ ആ പറയണ സമയത്ത് ഞാൻ ഒരിക്കലും ചേന റെസ്ട്രിക്ട് ചെയ്യാറില്ല. ചേന പോകണ്ടെന്നൊന്നും പറയാറില്ല. ചേന പൊക്കോന്ന് പറയും. പക്ഷെ ഉള്ളിൽ ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടാകും. കാരണം 31st ആണ്, ഇയർ എൻഡിങ് ആണ്. നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. 31st കൊച്ചിയാണ്, വൈഫല്ല എന്നാണ് എല്ലാവരുടെയും തെറ്റിദ്ധാരണ. പക്ഷെ എനിക്ക് അങ്ങനെ വൈഫാ. ഒരു പുഷ്പ 2 കണ്ടിട്ടുണ്ടല്ലോ നിങ്ങളെല്ലാവരും. വൈഫിന്റെ വാക്ക് കേൾക്കാത്തോണ്ട് മന്ത്രിസ്ഥാനം വരെ ചളി പോയി നെറ്റി. ഇയർ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ കുറെ മെമ്മറബിൾ ആയിട്ട് അതും കൂടെ പറയണ്ടേ കഴിച്ചായ. അതായത് നമുക്ക് ഈ 2024 എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര കുറെ സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു ഇയറും കൂടിയായിരുന്നു. ഞങ്ങളുടെ ലൈഫിൽ കുറേ ചേഞ്ചസ് സംഭവിച്ച ഒരു വർഷം. ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ്. ഞങ്ങളുടെ മാരേജ് ബിഫോർ ആണെങ്കിലും മാരേജ് കഴിഞ്ഞ ഒരുപാട് സ്ട്രഗിൾ ചെയ്തവരാണ്. അതായത് ഫിനാൻഷ്യലി ആണെങ്കിലും മെന്റലി എല്ലാ രീതിയിലും. പക്ഷേ 2024 ഞങ്ങൾക്ക് ഒരു ഹാപ്പി ഇയർ ആയിരുന്നു. നമ്മളൊന്ന് സ്റ്റേബിൾ ആയ ഒരു ഇയറാണ്. നിങ്ങളെപ്പോലുള്ള ഒരുപാട് ഫാമിലീസിനെ നമുക്ക് നമ്മുടെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനും അതൊക്കെ ഒരു വലിയ സന്തോഷമാണ്. ആക്ച്വലി ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്ന ഒരു ഇയർ 2024 ആയിരിക്കും. ഞങ്ങൾ ഒരിക്കലും മറക്കാത്തൊരു വർഷമായിരിക്കും. ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയത് ഇയറാണ്. ഞങ്ങളെ എല്ലാവരുടെയും ബർത്ത്ഡേ ഡേറ്റ് 24 അല്ല ബർത്ത്ഡേ ഡേറ്റ് 24 ആയതുകൊണ്ട് ഇയർ ഈസ് 2024. സോ എല്ലാം കൊണ്ടും ഇറ്റ്സ് എ ബെസ്റ്റ് ഇയർ, ഒരു ഹാപ്പി ഇയർ, ഒരു മെമ്മറബിൾ ഇയർ ആയിരുന്നു. അപ്പോൾ അത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്. നമ്മളിവിടെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസ്. അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റും. അത് ഞങ്ങൾ ഇപ്പൊ കാണിച്ചില്ല. ക്രിസ്മസ് വ്ലോഗിൽ കാണിച്ചില്ല. ക്രിസ്മസ് വ്ലോഗിൽ ഇട്ടപ്പോഴത്തേക്കും കുറച്ച് പേര് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് വ്ലോഗ് നമ്മൾ റിലീസ് ചെയ്തപ്പം അതായത് റിലീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു പോർഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഡെക്കറേഷൻസ് ഒന്നും നമ്മൾ ക്രിസ്മസ് വ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. അത് ഞങ്ങൾക്ക് ഭയങ്കര റിഗ്രറ്റ് ആയി. ഞങ്ങൾ ചിന്തിച്ചും കൂടി ഇല്ല. നമുക്ക് ഷോപ്പിംഗ് വ്ലോഗ് എടുക്കാൻ പറ്റില്ല, കാരണം നല്ല തിരക്കായിരുന്നു. ഷോപ്പിംഗ് വ്ലോഗ് ദാറ്റ് മീൻസ് ഇത് ഡെക്കറേഷൻ ഐറ്റംസിന്റെ ഷോപ്പിംഗ് വ്ലോഗ് ഒന്നും പക്ഷെ നമ്മുടെ ഷോർട്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, കണ്ട പന്തം കത്തിയ പോലെ. അതെന്താ അറിയോ, ഈ ലൈറ്റ് മങ്ങി ഈ ലൈറ്റ് കാണിച്ചു കൊടുക്കും. ഈ ലൈറ്റ് കാണിച്ചു കൊടുക്ക്. ആക്ച്വലി മുകളിൽ ഇട്ടേക്കുന്ന ലൈറ്റ് ഒരു സ്വിച്ച് ഒന്ന് ഓഫ് ആയി ഓൺ ആക്കിയാൽ ഇങ്ങനെ കളർ മാറുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ വൈറ്റ് കളർ ആയിട്ടിരിക്കും. നമ്മള് ആക്ച്വലി ഇങ്ങനെ ഒരു വാം സ്റ്റാർ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോ ഇങ്ങനെയൊക്കെ നമ്മൾ അലങ്കരിച്ചത്. പക്ഷെ ഇതിൽ കുറച്ച് നമ്മുടെ പുതിയതല്ല, പഴയതാണ്. പക്ഷെ ഈ ട്രീയിൽ കുറച്ചും കൂടെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ സയൻസ് ഏറിയും പെറുക്കി കളഞ്ഞു. ശരി
ഓക്കെ. ഉണ്ണീഷ് അവിടെ ഉണ്ട് എന്തോ. ഇല്ലല്ല ഉണ്ണീഷുണ്ട്. ഇതാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ആ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീയും പിന്നെ നമുക്ക് നമ്മൾ ശരിക്കും ഇവിടെ അല്ല വെച്ചത്. പക്ഷെ ഇവിടെ വെച്ചിട്ട് ആ ഭംഗിയായി മേളില വെച്ചിട്ട് സ്റ്റാറിന്റെ അപ്പുറം വെച്ചത്. അത് ചൂടൊക്കെ കൊണ്ട് താഴെ വീണപ്പോ ഞങ്ങൾ ഇവിടെ വെച്ചു. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസിന്റെ കാര്യങ്ങൾ. പിന്നെ ജോന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ സ്റ്റാർ. ഇതിപ്പോ ഓൾ ട്രെൻഡ് ആണ് ശരിക്കും അല്ലേ? പക്ഷെ എന്നാലും ഇതിനൊരു ഭംഗിയുണ്ട്. എത്ര ഓൾഡ്. പിന്നെ ജോന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പ്രാവശ്യത്തെ ഈ സാധനമായിരുന്നു. ഇതിങ്ങനെ കളർ മാറുന്ന ജോന് ഇഷ്ടമായത്. പിന്നെ ഞങ്ങള് വേറെ നമ്മുടെ സ്റ്റാർ ഇട്ടു. 3 സ്റ്റാർ ഇട്ടു. ഭാഗ്യത്തിന് വേഗം കാണിച്ചു കൊടുക്കട്ടാ. വേറെ കണ്ട നിങ്ങൾ കണ്ടാ മനസ്സിലാവും. ആ സ്റ്റാർ ഇത്തിരി ലൂസ് കണക്ഷൻ ഉണ്ട്. പിടിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാം. ഇത് ശരിക്കും ഈ കളർ അല്ല, റെഡ് കറക്റ്റ് പിങ്ക് ആയിരുന്നു. നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് ഫോട്ടോ. വ്ളോഗാടാ, നാളെ ഇറങ്ങും. പേരെന്താ? അപ്പൊ ഈ സ്റ്റാറിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാർ ഇങ്ങനെ തിരിച്ചാല് കണ്ടാ, അതുകൊണ്ട് കാറ്റ് വന്നാ ഇത് അങ്ങനെ കേട്ടും. അതാണ് ഈ സ്റ്റാറിന്റെ പ്രത്യേകത. പിന്നെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ വീടിന്റെ ഫ്രണ്ടിന്റെ അവസ്ഥ ഇപ്പൊ ഇതാണ് ഗൈസ്. ക്രിസ്മസ് ആയിട്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടൊക്കെ കുത്തിപ്പൊളിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നടക്കണേ ഗൈസ്. അപ്പൊ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ കേറാനൊക്കെ. ഇതൊന്നും വരുന്നില്ല, നേരെ തൊട്ട് ഇറങ്ങാൻ പറ്റണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലെ കാണിച്ചേട്ടാ ഗൈസ്. ഈ പ്രദേശത്ത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ക്രിസ്മസിന്റെ സാധനങ്ങളൊക്കെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. കണ്ടാ, ഇഷ്ടമായോ? കുഴപ്പമില്ല, സാധാരണ എന്റെ ഒരു ആഗ്രഹം എന്താണെന്നറിയോ, ഈ ക്രിസ്മസ് ട്രീയില് ക്രിസ്മസിന്റെ സെലിബ്രേഷനകത്ത് ക്രിസ്മസ് എന്നതിന് പറഞ്ഞ ക്രിപ്പ് സെറ്റ് അല്ലേ? ക്രിപ്പ് സെറ്റ്സ് എപ്പോഴും എല്ലാ വർഷവും തന്നെയാണ്. ഇത് ഈ പ്രാവശ്യത്തെ ഒരു മെനയുടെ അത് മാത്രമേ ഉള്ളൂ. നല്ലുണ്ട് ക്രിപ്പ് സെറ്റ് കാണാൻ വേണ്ടിട്ട്. പിള്ളേരെ ഇനിയിപ്പോ നമ്മള് നേരെ പറഞ്ഞ പോലെ പിള്ളേരെടുക്കാൻ പോണേ. ഓ ഇല്ലപ്പാ, കണ്ടോ ലൈറ്റ് ഇല്ലടാ, പേടിച്ചു പോയാ എന്റെ പൊന്ന്. വാ, കരയണെന്തിനാണ്? അമ്മയുണ്ടല്ല, നമ്മുടെ പൊന്നിന്റെ അമ്മയുണ്ടല്ല. ചേട്ടാ കരയില്ലേ ചേട്ടനെടുത്തേപ്പേ. അപ്പൊ നമ്മള് രണ്ടുപേരും എണീറ്റു. സേറമോക്ക് നല്ല ചുമയുണ്ട്. നിങ്ങൾ അലമാരി കണ്ട് പേടിക്കരുത്. ഇത് എത്ര ഒതുക്കിയാലും ഒതുങ്ങാത്ത അലമാരിയാ. അപ്പൊ സേറമോള് നല്ല കരച്ചിലാ ഗൈസ്. സേറമോള് കരച്ചിലാണോ? സയാൻ ഇപ്പൊ ഡൈപ്പറൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. സയാനെ കൊണ്ട് ഞാൻ ടോയ്ലറ്റിൽ നേരെ പോയേക്കണാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇവിടെയൊക്കെ അലമ്പാക്കി തരുവൻ. നേരെ പറഞ്ഞ പോലെ തന്നെ ട്രീ കാണാടി പോണേണ്. അപ്പൊ ഞാൻ എൻജോയ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോണത് ബൈക്കിനാണ്. കാരണം അവിടെ ഇന്നും തിരക്കായിരിക്കും. കഴിഞ്ഞ കാറും കൊണ്ട് പോയിട്ട് പതുക്കിച്ചാണ് തിരിച്ച് പോരേണ്ടി വന്നു. അപ്പം നമ്മൾ നേരെ പോകാൻ പോണേ ഗൈസ്. നമ്മൾ വെളി ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളായിട്ടൊന്നും കൂടെ കാണിച്ചു തരാം. എന്താ ഗൈസ്, അവിടെ കണ്ട. അപ്പം നമ്മൾ അന്ന് ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ എത്തി. എന്നിട്ടാ ഞങ്ങൾ അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ ഇവിടെ നിന്ന്. പക്ഷെ ഇവിടെ നിറച്ച് ആൾക്കാരായിരുന്നു കേട്ടോ. ഇവിടെ വരെ നമുക്ക് തിങ്ങിക്കണായിരുന്നു. നമ്മൾ അന്ന് ഇവിടെ വന്ന് സ്റ്റക്കായിട്ട് നമ്മളാണ് തിരിച്ചിവിടെ നിന്നാ പോയത്. പക്ഷെ ഇപ്പൊ ഇവിടെ നിന്ന് ഇത്രയും ദൂരത്തു നിന്ന് കണ്ടിട്ടാണ് വന്ന് പോയത്. പക്ഷെ നമ്മൾ ഇന്ന് അടുത്ത് കാണാൻ പോയി ക്രിസ്മസ് ട്രീ. ഞങ്ങൾ കണ്ടു. എന്തെങ്കിലും പറയാൻ പോയിച്ചില്ല ഇതിനെ കുറിച്ച്. ഇവിടെ വന്ന് നിന്നിട്ട് ഏതോ ലോകത്ത് എത്തിയ പോലെ ഉണ്ട്. ട്രീയൊക്കെ കണ്ടിട്ട് വന്നിട്ടുണ്ട്. ട്രീയൊക്കെ കാണി പോയിട്ട് ഒരുപാട് നടക്കേണ്ടി വന്നില്ല ബൈക്കിനായതുകൊണ്ട്. ഇനിയിപ്പോ നമ്മൾ നേരെ പോകാണ്ടി പോണത്
എനിക്ക് അത്ര അങ്ങോട്ട് പിടിക്കാറില്ല. ഞാൻ ഇങ്ങനെ അങ്ങനെ പറയാറുള്ളൂ. പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടം. ഞാൻ പൊക്കത്തേക്ക് നോക്കുമ്പോ നക്ഷത്രം അതാണ് കേക്കണ്ടത്. കൊച്ചി വേറെ ലെവലാണ്. ആ കൊച്ചി സൂപ്പർ. കൊച്ചി സൂപ്പർ. നമ്മൾ എവിടെയാ പോയത്? ട്രീ കാണാൻ പോയി. ട്രീ കണ്ട എന്നിട്ട് ഇഷ്ടമായ ഇഷ്ടമായി കൊച്ചിന് ഇഷ്ടമായി. എന്ത് കളറായിരുന്നു ലൈറ്റിന്? ഓ കണ്ടടി കൊച്ചു പറഞ്ഞത് ലൈറ്റിന് ബ്ലൂ കളറായിരുന്നു. എനിക്ക് ഞാൻ വിചാരിച്ചില്ല സൈ പറയുന്നത്. അതൊക്കെ എന്റെ സേര. എല്ലാ പ്രണവക്ക് ഇവിടെ മുണ്ടവരി പള്ളി എത്തി. ഇവിടെ പ്രതീക്ഷണം കയറുന്നുണ്ട്. പടക്കമൊക്കെ പൊട്ടുണ്ട്. സൈക്കിട്ടിനാണ് പേടിച്ച് മേളിൽ കയറിയിരിക്കണേണ്. അപ്പം നമ്മൾ കാറിനെ വന്നത് അതുകൊണ്ട് കുറച്ച് നടക്കേണ്ടി വന്നു ഗൈസ്. ഗൈസ് അമ്മിച്ച് പറയണത് ഈ കണക്കിന് നമ്മുടെ വീട്ടിൽ ഇട്ടാൽ മതി എന്ന് പറയണത്. കാരണം അത്ര നടന്നിട്ടുണ്ട് ഗൈസ്. ഈ കുരിശുണ്ട് പില്ലർ. ഇതിന് 150 വർഷം പഴക്കമുള്ള പില്ലറല്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ പള്ളിപ്പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വന്നിട്ടുണ്ട്. ജോ ഇവിടെ മരണപ്പണിയിലാണ്. ജോ പിന്നാമ്പറോ കാണുന്നത്. ജോ കലിപ്പിലാണ് ഗൈസ്. വേറെ ഒന്നുമല്ല, പള്ളിയിൽ പോയി വന്നപ്പോഴത്തേക്ക് ഞാൻ ജോയിൻ്റെ അടുത്ത് ചോദിച്ച് ജോ ഫോൺ എന്തെയ്യുന്നു. അപ്പോൾ ജോ വിചാരിച്ച് ആ ഫോൺ പോയിന്ന് ഞാൻ കാറി വെച്ച് മറന്നതാണ്. പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഫോൺ എവിടെ ഉണ്ടെന്ന്, കാറിലുണ്ടെന്ന്. ജോ എന്ത് പണി ചെയ്യുമ്പോഴും ഇത്രയും കോൺസെൻട്രേഷൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ പണി ചെയ്യുമ്പോൾ ജോ ഭയങ്കര കോൺസെൻട്രേഷൻ ഉണ്ടാ. ജോൻ്റെ അടുത്ത് ഇങ്ങനെ വന്നായി ജോ ഓക്കെ. സ്നേഹം കാണിക്കണില്ല. ഇല്ല 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 നമ്മളില്ലേ, ഞാൻ പോണില്ല. ജോ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ പാലടയിൽ ഐസ്ക്രീം ഇല്ലാനും. ഇന്ന് 31st ആണ്, വേറെ കടയില്ല. അതാണ് സീൻ. അതിന് ജോ രോഷപ്പെട്ട് കാര്യമില്ല. ഞാൻ ജോന് ഐസ്ക്രീം മേടിച്ച് തരും. ഏത് ജോ അടക്കണ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇല്ല നമ്മുടെ സൈക്കൂട്ടാ എന്താ മേടിച്ച? ബലൂൺ മേടിച്ച? എന്ത് ബലൂണാ മേടിച്ച? കാണിച്ച എന്താണത്? അതെന്ത് സാധനം? വന്ന് കാണിച്ചെന്നേ. ഇതാരാണിത്? ഇതാ പപ്പാന. അപ്പൊ ഇതാരാണിത്? അപ്പ മാഷ. കണ്ട മാഷ പപ്പാനെയും മേടിച്ച് തരും അപ്പക്ക്. നോയാ പപ്പാനെ എടുത്തോട്ടെ. പപ്പാനെത്താ രണ്ടുപേരും ഭയങ്കര കളിയിലാണ് ഗൈസ്. സൈക്കൂട്ടന് അവിടെ പോയിട്ട് ഇഷ്ടമായ? പോയിട്ട് പടക്കം പൊട്ടണ കണ്ട ഇഷ്ടമായ? പടക്കം പൊട്ടിയാ ഗൈസ്? സൈക്കൂട്ടൻ സ്ട്രൈറ്റ് ചെയ്യാനാണോ? എന്തേനും സയ്യു അമ്മനെ കാണിച്ചു കൊടുക്കട്ടെ. അമ്മനെ വിളിക്കട്ടെ. ജോ She is very smart, Jo. ചീത്തയമ്മ നീ എടുത്തോടാ. സൈക്കൂട്ടൻ എടുത്തോ. എടുത്തു ഗായ്സ്. അപ്പൊ നമ്മള്
ഈ ദിവസത്തെ അവസാനത്തെ ഘട്ടത്തിന്റെ മെയിൻ ഘട്ടമാണിത്. കഴുതേ, അതായത് ഈ ദിവസത്തെ അവസാന ഘട്ടം, അതായത് നമുക്ക് ഫുഡ് കൊടുത്താൽ നമ്മുടെ പരിപാടി തീർന്നല്ല. അതോടെ നമുക്ക് ഇവരുടെ വർക്കിലൊരു വിരാമം. അതാണ് അതാണ് ഉദ്ദേശിച്ചത്. ആ കൊച്ചു പറ ഹായ് ഗൈസ് പറ.